വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെരുന്നാളല്ലേ ഇന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കുണ്ട്. ആ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒപ്പം എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, അതേപോലെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, മുത്തമ്മ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ആയിരുന്നു ഇതാ പോയത്. അപ്പം ഈ പാർക്കിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഫുൾ ടിക്കറ്റായിരുന്നു ഞാൻ എടുത്തത്. നമുക്ക് എല്ലാത്തിലും കയറാൻ പറ്റുന്ന ഒരു ടിക്കറ്റാണ് എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഉള്ളിൽ കയറുമ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് എന്തോ പോലെയൊക്കെ തോന്നി. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് ഏതൊക്കെ റൈഡുകളിൽ കയറി നോക്കാം. ഫുൾ ടിക്കറ്റ് എടുത്ത് ഭാഗത്തേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. ഇതെൻ്റെ അനിയനും അവരെല്ലാവരും കൂടി ബോട്ടിൽ കയറണം എന്നിട്ട് എല്ലാവരും ബോട്ടിൽ കയറി. എനിക്ക് ബോട്ടിൽ കയറാൻ പറ്റില്ല, ഞാൻ മുങ്ങിപ്പോകുന്നു എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ വേറെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ഫ്രീ ഗെയിമിൽ കയറിയിരുന്നു. കുറേ നേരം കളിച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിനാണ് അവരെല്ലാവരും കയറി വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ വെള്ളത്തിലൊക്കെ കയറി പോകുന്ന കാണുമ്പോൾ. ഞാനപ്പുറത്തെ ഗെയിമിൽ അവിടെ ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഇതിൻ്റെ അനിയനാണ്. അവനിക്ക് പെരുന്നാളിന് ഇവിടേക്ക് തന്നെ പോകണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമാണ്. ആ ടൈമിൽ ഒരു 4 മണി 4:30ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു ബാങ്കൊക്കെ കൊടുത്ത് ഒരു 6-6:45 അവിടെ അടുത്ത് ഹെലികോപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. ഫ്രീ ടിക്കറ്റിലായി ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കുറേ നേരം ഇതിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവർ കളിക്കുന്നത് നോക്കി ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗെയിമിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അടുത്ത് ഫ്രീ ടിക്കറ്റായിട്ടുള്ള ഒരു സീസോൻ്റെതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അവിടെ എൻ്റെ അനിയൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇനി അവിടെ കൂടി ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ കയറി പോകും. അതാ ഞാൻ കയറി താഴത്ത് പോകുന്നത്. എൻ്റെ കസിനാണിത്. ചില സമയത്ത് എൻ്റെ കയ്യൊക്കെ പൊള്ളുക. ഇങ്ങനെ സ്പീഡിൽ വരുന്ന ടൈമിൽ കാറ്റല്ലേ അങ്ങനെ. ഇത് വേറെ അതിൽ തന്നെ ആ ഒരു ഫ്രീ ടിക്കറ്റുള്ള അത് തന്നെയാണ്. അത് വേറെ ഉള്ളതാണ്. പിന്നെ ചാടുന്നത് എൻ്റെ അനിയനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ കുറേ നേരം അവനിരുന്നു. ഞാനും ഇത് ചെറുതാണ്, വലുത് വേറെ ഉണ്ട്. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അടുത്തതാണ്. ഇതും നല്ല രസമുണ്ട് കേട്ടോ. ഒരു പാത്രം പോലത്തെ ഇതിൽ ഇരിക്കുക. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എടുത്തത്. ബാക്കിയുള്ള എൻ്റെ അനിയനും എൻ്റെ കസിനും മുന്നിലായിരുന്നു. കുറച്ച് ആൾക്കാരുള്ളായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. അപ്പോൾ ഞാൻ അതിലിരുന്ന് കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അതിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ തല കറങ്ങുന്നൊക്കെ പോലെ തോന്നി. എൻ്റെ അനിയനും കസിനൊക്കെ വളരെയധികം ഇങ്ങനെ ആക്കി. അടുത്തത് നമ്മൾ ആ തോണിയിലാണ് കയറുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ അനിയനൊക്കെ വിളിച്ച് കോരിക്കൊണ്ടിരുന്നു. ഞാൻ ഒരു സീറ്റിലായിരുന്നു. എൻ്റെ അപ്പുറത്ത് എൻ്റെ മുമ്പിലിരിക്കുന്നത് എൻ്റെ അനിയനും എൻ്റെ കസിനുമാണ്. സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അനിയനൊക്കെ ഊളിയിടുന്നുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടെന്ന് പറയും. ഇപ്പോൾ ഹെലികോപ്റ്ററിലും ഞാനും എൻ്റെ അനിയനും ഞാനിരുന്നു, എൻ്റെ അനിയനായിരുന്നു, എൻ്റെ കസിനായിരുന്നു. വേറെ കസിന് ഞങ്ങൾ പോയപ്പോൾ തന്നെ എൻ്റെ വേറെ കസിന് വന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതിലിരുന്നപ്പം ഒരു സൈഡിലേക്ക് പോകുമ്പോൾ വേറെ സൈഡിലേക്ക് പോവുക. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ആ ഊഞ്ഞാലിരുന്ന് കുറേ നേരം ആടി. ഞാൻ ആടുന്ന സ്ഥലത്തായിട്ട് നേപ്പാളത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദിക്കാരായിരുന്നു അവിടെ നിറച്ചുണ്ടായിരുന്നു. പെരുന്നാളായിട്ട് തോന്നുന്നു. ഇത് ഫ്രീ ആയിട്ടുള്ള പാർക്കാണ്. ഇതിൽ ആർക്കും വേണമെങ്കിൽ ഇരിക്കുക. നല്ല രസമുണ്ടായിരുന്നേ. കുറേ നേരം ഇവിടെ ഒരു ഫാമിലിക്കായിട്ട് വരികയാണെങ്കിൽ നല്ല സെറ്റിലായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ ആ വട്ടങ്ങളിലും അവിടെ ഇരുന്നു. ആ കാണുന്നത് അതിൽ നിറച്ച് ഹിന്ദി ആൾക്കാരാണ്. അതാ ഫ്രീ ആയിട്ട് കുറേ ഊഞ്ഞാലുകളും സീസോകളും ഒക്കെ ഉണ്ട്. അടുത്ത് രാത്രി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിറച്ച് പടക്കമൊക്കെ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.